ആട് 3 പാർട്ട് 1. ആട് 3 പാർട്ട് 1 പറ്റി പറയുന്നതിന് മുന്നേ ആട് 1ഉം 2 പറ്റിയുള്ള എൻ്റെ ഒരു ബേസിക് ഒപ്പീനിയൻ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ പറയാൻ പോവാണ്. ആട് 1 കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രം തോന്നിയൊരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബിലോ ആവറേജ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലെ പടം കുറച്ചും കൂടി ഫണ്ണായി വരുന്ന പോലെ തോന്നി. അതേസമയം ആട് 2 വരുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു മച്ച് ബെറ്റർ സീക്വൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആട് 1 എന്തൊക്കെയാണോ വർക്കായത് അതൊക്കെ സീക്വൽ അവർ നന്നായി എംബ്രേസ് ചെയ്തെടുത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ആട് 2 മച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ആൻഡ് ആട് 3 കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വൻ എക്സ്പെക്ടേഷൻസോടെ ഒന്നും ആയിരുന്നില്ല ഞാൻ പോയത്. ബട്ട് എന്നാലും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് ഐ വാണ്ടഡ് എ ഫൺ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയത്. ബട്ട് ഓ മൈ ഗോഡ്, ഞാൻ എന്താണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു ഗംഭീര വൺസ് ഇൻ എ ലൈഫ് ടൈം മോളിവുഡ് ഫിലിം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഈ പടം കാണാൻ പോയത്. ആൻഡ് ഞങ്ങൾ ഇപ്പോഴും ഷോക്കും എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തിലാണ്. ബിക്കോസ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എന്താ ഇപ്പം കണ്ടത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഈ ലെവൽ ഐറ്റം പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് എപ്പിക് എൻ്റർടൈനർ. എപ്പിക് സാധനം എന്ന് പറഞ്ഞാൽ എപ്പിക് സാധനം. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷയില്ല. ഞാനിതൊരു പക്ക എ ക്ലാസ് മണ്ടത്തരം പൊട്ടത്തരം പടമാണെന്നാണ് വിചാരിച്ചത്. അതുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊരു എപ്പിക് ഫാൻറ്റസി ആയിട്ട് ഈ പടം നല്ല രീതിയിൽ വർക്കായി എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ പടത്തിനെ പറ്റി ഞാൻ എന്താ പറയുക, ക്യാരക്ടേഴ്സ്, പെർഫോമേഴ്സ്. ജയസൂര്യ ആസ് ഷാജി പാപ്പൻ, സൈജു കുറുപ്പ് ആസ് അറക്കൽ അബു, ധർമ്മജൻ ബോൾഗാറ്റി ആസ് ക്യാപ്റ്റൻ ക്ലീറ്റസ്, ഇന്ദ്രൻസ് ആസ് ആശാൻ, നമ്മുടെ സർബത്ത് ഷമീർ, സാത്താൻ സേവിയർ, വിനായകൻ ആസ് ദ ഡൂഡ്. അങ്ങനെ കുറേ അധികം ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉള്ള പടം. അത് ഞാൻ എന്താ പറയുക, ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും അതിഗംഭീരമായിരുന്നു. അവരുടെ പെർഫോമൻസസ് ഞാൻ എന്താ പറയണ്ടേ, ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. ആൻഡ് ഇവരുടെയൊക്കെ പാസ്റ്റ് വേരിയേഷൻസും കിഡിലനായിരുന്നു. ഒട്ടും മോശമാകാതെ വേറെ ലെവലായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസസ് അഗൈൻ സെയിം വേറെ ലെവലായിരുന്നു. നൗ ഈ ഒരു സെക്ടറിൽ എനിക്കൊരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ആക്ച്വലി ഇതിലൊരു മദാമ ക്യാരക്ടർ ഉണ്ട്. സത്യം പറയില്ല, ഭയങ്കര ശോകമായിരുന്നു. നമ്മൾ അഥവാ റീസെൻറ്റ് ടൈംസിലൊക്കെ ഇപ്പോൾ എമ്പുരാൻ, അതുപോലെ എക്കോ സിനിമയിലൊക്കെ ഫോറിൻ ആക്ടേഴ്സും ആക്ട്രസസിനെ കൊണ്ടുവന്നിട്ട് അതിഗംഭീര പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. അതേസമയം ഈ പടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ ഇന്ത്യൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റേ വൺ ഡൈമെൻഷണൽ പ്ലെയിൻ ഫ്ലാറ്റ് ഡയലോഗ്സ് ഉണ്ടല്ലോ, മറ്റേ വാട്ട് ആർ യു ഡൂയിങ് ഓ മൈ ഗോഡ് ദിസ് ഇസ് ഹാപ്പൻ. ഒരുമാതിരി പരിപാടി ഉണ്ടല്ലോ, മറ്റേ LKG കുട്ടികളുടെ പ്ലേ പോലത്തെ പരിപാടി, അതാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറും അവരുടെ ആ ഒരു പെർഫോമൻസും ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ സത്യം പറയില്ല എനിക്ക് നല്ല കല്ലുകടിയായിട്ടാണ് തോന്നിയത്. അതൊരു ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവാണ്. ആൻഡ് ഈ പടത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് ഇനി വരുമ്പോൾ, ടെക്നിക്കലി പടം ആട് ഫ്രാഞ്ചൈസിലെ ഏറ്റവും വലിയ സിനിമയാണ്. അത് നമുക്ക് ക്ലിയറായി കാണാൻ പറ്റും, നന്നായി ബഡ്ജറ്റ് ഇറക്കി ഉണ്ടാക്കിയ പടമാണെന്ന്. ബട്ട് അത് പറയുമ്പോൾ പോലും ഈ പടത്തിൻ്റെ CGI ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കല്ലുകടിയായിട്ടാണ് തോന്നിയത്. കുറേ സീൻസിലൊക്കെ എനിക്ക് നന്നായി പാളിപ്പോയ പോലെ തോന്നി. ബട്ട് അതും ഒരു നെഗറ്റീവാണ്. ബട്ട് അതർ ദാൻ ദാറ്റ് ടെക്നിക്കലി പടം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഇവിടെ അതിൽ ഏറ്റവും വലിയൊരു തിരിച്ചുവരവ് ആക്ച്വലി കാണാൻ സാധിച്ചത് ബിഹൈൻഡ് ദ സീൻസിലാണ്. അത് നമ്മുടെ സ്വന്തം ചണ്ടക്കാരൻ ഷാൻ റഹ്മാൻ്റെയാണ്. ഓ മൈ ഗോഡ്, അടിപൊളി വർക്ക് കേട്ടോ. അഥവാ നമ്മുടെ പഴയ BGM ആണെങ്കിലും പുതിയ റീമിക്സ് പരിപാടികളാണെങ്കിലും പുതിയ BGM ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ആൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ പറയേണ്ടി വരും. ചില BGM ഒക്കെ ശരിക്കും എപ്പിക്കായിരുന്നു. പിന്നെ ചില BGMൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് കയറി വരുമ്പോൾ തന്നെ തിയേറ്റർ പൂരപ്പറമ്പായി എന്ന് പറയുമ്പോൾ ഉള്ള കാര്യമാണ്. ഈ പടത്തിലെ ചില സീനും മൊമെൻസും ഉണ്ട് തിയേറ്ററിൽ വേറെ ലെവൽ അന്യായ എക്സ്പീരിയൻസ്. ഓ മൈ ഗോഡ്, അതിൽ സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ, ഡൂഡിൻ്റെയൊക്കെ ഒരു ഇൻട്രോ കലാപരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, തിയേറ്റർ ഞാൻ ഞെട്ടി. ഐ വാസ് സോ ഡാം എക്സൈറ്റഡ് ഡ്യൂറിങ് ദാറ്റ് സീൻ. ഓബിയസ്ലി ഷാജി പാപ്പനും ഗ്യാങ്ങിൻ്റെ ഇൻട്രോ, അങ്ങനെ കുറേ. ഈ പടം പകുതി മുക്കാൽ ഇൻട്രോസ് ആണ്. ഓക്കെ, അഥവാ ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ 2 വേരിയേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ വേരിയേഷനും ഇൻട്രോ ഉണ്ട്. ആൻഡ് ഓരോ ഇൻട്രോയും അടിപൊളിയായിരുന്നു. അത് എല്ലാ ഇൻട്രോസും തിയേറ്റർ പൂരപ്പറമ്പാക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ 50 മിനിറ്റും. ആൻഡ് ആ 2 മണിക്കൂർ 50 മിനിറ്റ് പറഞ്ഞപ്പോഴേ എനിക്ക് ഈ പടത്തിൽ ഒരു നെഗറ്റീവ് കൂടി പറയേണ്ടത്, അത് ഈ പടത്തിൻ്റെ ഡ്യൂറേഷനാണ്. പടം ബോറടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും ബോറടിച്ചില്ല. അഗൈൻ ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് എൻ്റർടൈനർ. പക്ഷെ എന്നാൽ പോലും 2 മണിക്കൂർ 50 മിനിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. ഇതൊരു 5-10-15 മിനിറ്റ് കുറച്ച് 2.5-2.25 മണിക്കൂറിൽ അവസാനിപ്പിച്ചാണെങ്കിൽ ഇനിയും ഭേദമാക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അഗൈൻ ബോറടിച്ചു എന്നല്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ഇറ്റ് വാസ് ഷോർട്ടർ. ബട്ട് അതർ ദൻ ദാറ്റ് മാൻ, ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് എപ്പിക് എൻ്റർടൈനർ. ഞാൻ പിന്നെയും പറയണം, ഇത് തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്ത അഗൈൻ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഫോർ എ മോളിവുഡ് മൂവി. സോ പ്ലീസ് ഇപ്പം തന്നെ ഒന്നും നോക്കണ്ട, ഏറ്റവും അടുത്തുള്ള ഏറ്റവും തിരക്കുള്ള തിയേറ്ററിൽ തന്നെ ഒരു ടിക്കറ്റ് എടുക്കാൻ നേരെ പോയി ഒരു എനർജറ്റിക് ക്രൗഡിൻ്റെ ഇടയിൽ ഈ പടം കാണുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഈ പടത്തിൻ്റെ പാർട്ട് 2
ഇത് വെറുതെ ഒരു പാർട്ട് 2 അല്ല. ഷാജി പാപ്പനും ഗ്യാങ്ങും ഒരു വേറെ ലെവൽ വെടിക്കെട്ട് ഐറ്റം ആയിട്ടാണ് പാർട്ട് 2 വരാൻ പോകുന്നത്. ആൻഡ് ഐ ആം സോ ഡാം എക്സൈറ്റഡ് ഫോർ ഇറ്റ്. അതിൻ്റെ ആ എൻഡിങ് സീൻ കലാപരിപാടിയൊക്കെ എൻ്റെ പൊന്നാളിയാ, ഞാനൊന്നും പറയണില്ല, ഞാൻ കാത്തിരിക്കുകയാണ്. ഐ എം സോ ഡാം എക്സൈറ്റഡ് ഫോർ വാട്ട് എവർ മിഥുൻ മാനുവൽ തോമസ് ഈസ് കുക്കിംഗ്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ദാറ്റ്സ് ഇറ്റ് ഫോർ മൈ ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ മറക്കാൻ മറക്കരുത്. I will see you guys, or I will see you bloody Gramavasis in the theater. Bye bye.